BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബുദയ്യ ബൊട്ടാണിക്കൽ ഗാർഡനിൽ രണ്ടാമത് ബദാം ഫെസ്റ്റിവലിന് തുടക്കമായി. മുനിസിപ്പൽ കാർഷിക മന്ത്രാലയത്തിലെ കാർഷിക മൃഗസമ്പദ് വിഭാഗം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഖാലിദ് അഹമ്മദ് ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു. 3 ദിവസം നീളുന്ന ഫെസ്റ്റിവലിന്റെ ആദ്യ ദിവസം തന്നെ സ്വദേശികളും പ്രവാസികളുമായ നിരവധി പേരാണ് ഇവിടെ സന്ദർശിക്കാനെത്തിയത്. അറബ് പ്രദേശത്തെ പരമ്പരാഗത ഉൽപ്പന്നമാണ് ബദാം. തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനും കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമാണ് ഇത്തരമൊരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതെന്ന് ഡോക്ടർ ഖാലിദ് അഹമ്മദ് ഹസൻ വ്യക്തമാക്കി. കാർഷിക വിളകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും ഇത് പ്രേരകമാകുമെന്ന് കരുതുന്നതായും അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മുഹമ്മദ് മിർസ ഹസൻ അൽ ഉറബി വ്യക്തമാക്കി. 13 ബദാം കർഷകർ, 4 പ്രൊഡക്റ്റീവ് ഫാമിലികൾ, 5 നഴ്സറികൾ തുടങ്ങിയവയാണ് പങ്കാളികളാകുന്നത്. ഞായർ വരെയാണ് ഫെസ്റ്റിവൽ. ബദാം ഉൽപ്പന്നങ്ങളുടെയും തൈകളുടെയും പ്രദർശനമുണ്ട്. കുടുംബങ്ങളും കുട്ടികൾക്കുമായ വിവിധ വിനോദ പരിപാടികളും നടന്നു. വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെയാണ് പ്രവേശനം. ഇറാന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത മസീദ് പെസ്കിയാനെ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ അഭിനന്ദിച്ചു. പ്രദേശത്തിന്റെ അഭിവൃദ്ധിക്കും വികസനത്തിനുമായി സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിയട്ടെയെന്നും ഹമദ് രാജാവ് ആശംസിച്ചു. ഇറാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ രാജ്യത്തിനുള്ള താൽപര്യം രാജാവ് അടിവരയിട്ടു പറഞ്ഞു. മേഖലയിലെ സ്ഥിരതയും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും ഇറാന്റെ പുതിയ പ്രസിഡന്റിനെ അഭിനന്ദിച്ചു. സയ്യിദ് ജലീലിയെ പരാജയപ്പെടുത്തിയാണ് ഇറാന്റെ പുതിയ പ്രസിഡന്റായി പാർലമെന്റ് അംഗം മസൂദ് പെസ്കിയാൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. പെസ്കിയാണ് 16.3 മില്യൺ വോട്ടുകൾ ലഭിച്ചപ്പോൾ ജലീലിക്ക് 13.5 മില്യൺ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്നാണ് രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങിയത്. ജൂൺ 28 നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. ഹെലികോപ്റ്റർ അപകടത്തിൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാൻ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 80 പേരിൽ 6 പേർക്കാണ് ഗാർഡിയൻ കൗൺസിൽ മത്സരിക്കാൻ അനുമതി നൽകിയത്. ഒരാളെ ആക്രമിച്ചും പരിക്കേൽപ്പിക്കുകയും അയാളുടെ കയ്യിലുണ്ടായിരുന്ന പണവും മറ്റും കൈക്കലാക്കുകയും ചെയ്ത കേസിൽ 3 പേർ പിടിയിലായതായി ദക്ഷിണ മേഖലാ പോലീസ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. സല്ലാക്കിൽ വെച്ചാണ് വാഹനം ഓടിച്ചു പോയിരുന്നയാളെ ആക്രമി പണം അപഹരിച്ചത്. 16ഉം 18ഉം പ്രായമുള്ള 3 പേരാണ് സംഭവവുമായി ബന്ധപ്പെട്ട പിടിയിലായത്. പരാതി ലഭിച്ചയുടൻ പോലീസ് അന്വേഷണം നടത്തുകയും 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടുകയും ചെയ്തതായി അറിയിച്ചു. ഇവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നതിന്റെ ഭാഗമായി റിമാൻഡ് വയ്ക്കാനും ഉത്തരവിട്ടു. TB, വൃക്ക, ശ്വാസകോശ രോഗങ്ങൾ എന്നിങ്ങനെ പല രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന എറണാകുളം സ്വദേശിക്ക് വോയിസ് ഓഫ് ബഹ്റൈൻ സഹായം നൽകി. സൽമാനിയ ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള അദ്ദേഹത്തിന്റെ സഹായം വോയിസ് ഓഫ് ബഹ്റൈനു വേണ്ടി സെക്രട്ടറി ഷർമിൽ, മീഡിയ കൺവീനർ റിങ്കു എന്നിവർ ചേർന്ന് കൈമാറി. GCC രാജ്യങ്ങളിലെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന റെയിൽവേ പദ്ധതിയുടെ നടപടികൾ ആരംഭിച്ചു. 2030 ഡിസംബറിൽ യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു. ജനാബിയ പ്രദേശത്ത് 17 വസ്തുവകൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവ് മുനിസിപ്പൽ കാർഷിക മന്ത്രി വായിൽ ബിൻ നാസർ അൽ മുബാറക് പുറപ്പെടുവിച്ചു. GCC റെയിൽവേ പദ്ധതിയുടെ പ്രവർത്തന പദ്ധതി സംബന്ധിച്ച് പഠിക്കാൻ കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. സൗദി അറേബ്യയിലെ റിയാദിൽ ജൂലൈ 7-നകമാണ് ടെൻഡർ സമർപ്പിക്കേണ്ടത്. ടെൻഡറുകൾ 1 മാസത്തിനു ശേഷം തുറക്കും. ജനാബിയയ്ക്ക് പുറമെ റാംലി, നുവ്രത്ത്, മുഹറക് എന്നിവിടങ്ങളിലും ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. മുഹറക് ഗവർണറേറ്റിലെ നഗര നവീകരണ പദ്ധതികൾക്കായും ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട റെയിൽവേ പദ്ധതി. UAEയും സൗദിയുമാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമായി ഏറെ മുന്നോട്ട് പോയിരിക്കുന്നത്. UAEയുടെ ഇത്തിഹാദ് റെയിൽ 900 കിലോമീറ്റർ പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ ചരക്കു സേവനം ആരംഭിച്ചു. ജുബൈലിലൂടെ കടന്നു പോകുന്ന സൗദി റെയിൽ റാസ് അൽ ഖൈർ റമദാൻ റൂട്ടിൽ 200 കിലോമീറ്റർ പൂർത്തിയായി. സുഹാർ തുറമുഖത്തെ UAE ദേശീയ റെയിലുമായി ബന്ധിപ്പിക്കുന്നതിന് ഒമാൻ റെയിലും ഇത്തിഹാദ് റെയിലും സംയുക്ത സംരംഭം ആരംഭിച്ച സ്ഥലം ഏറ്റെടുക്കൽ ജോലി പുരോഗമിക്കുകയാണ്. ഖത്തർ റെയിലിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും രൂപകൽപ്പനയും പൂർത്തിയായി. ബഹ്റൈനെ GCC റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന സമാന്തര പാലം പദ്ധതിയുടെ ആദ്യഘട്ടവും കുവൈറ്റിന്റെ 111 കിലോമീറ്റർ റെയിൽവേ ട്രാക്കിന്റെ രൂപകൽപ്പനയും ഇതിനോടകം തന്നെ ആരംഭിച്ചു.
KMCC ബഹ്റൈൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനത്തിലെത്തിയ അബ്ദുസമദ് പൂക്കോട്ടൂരിന് സംസ്ഥാന കമ്മിറ്റിയുടെയും പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ എയർപോർട്ടിൽ സ്വീകരണം നൽകി. സംസ്ഥാന നേതാക്കളായ ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, KP മുസ്തഫ, ഗഫൂർ കയ്പമംഗലം, ജില്ലാ നേതാക്കളായ ഗിൻമാസ് ബാബു പട്ടാമ്പി, നിസാമുദ്ദീൻ മാരായമംഗലം, ഹാരിസ് VV തൃത്താല, ആഷിഖ് പത്തിൽ, നൌഫൽ പടിഞ്ഞാറങ്ങാടി, മാസിൽ പട്ടാമ്പി, അൻവർ കുമ്പിടി, ഷഫീഖ് വല്ലപ്പുഴ, അനസ് നാട്ടുകൽ, ഷഫീഖ് കുമരനെല്ലൂർ, കബീർ നെയ്യൂർ, അനീസ് പട്ടാമ്പി, ലത്തീഫ് ചെറുകുന്ന്, തെന്നല മൊയ്തീൻ ഹാജി, മൗസൽ മൂപ്പൻ എന്നിവർ പങ്കെടുത്തു. ഇരമത്തൂരിലെ കലയക്കുന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി അയൽവാസിയായ വിനോദ് ഭവനത്തിൽ സോമൻ. ചിറ്റമ്പലത്തിനടുത്ത് നിർത്തിയിട്ടിരുന്ന വെളുത്ത കാറിന്റെ പിൻസീറ്റിൽ കലയുടെ മൃതദേഹം കണ്ടെന്നാണ് സോമന്റെ വെളിപ്പെടുത്തൽ. 15 വർഷം മുൻപ് ഇരമത്തൂർ ഐക്കര ജംഗ്ഷനിൽ ചായക്കട നടത്തുകയായിരുന്നു സോമൻ. കേസിൽ സാക്ഷിയായ സുരേഷ് കുമാർ രാത്രി 12 മണിയോടെ വന്ന് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചുവെന്നും സോമൻ പറയുന്നു. താൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നും അദ്ദേഹം വെളിപ്പെടുത്തി. സുഹൃത്തുക്കളുടെ വെല്ലുവിളി ഏറ്റെടുത്ത ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ 17-കാരന് ട്രാക്കിന് മുകളിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ദാരുണാന്ത്യം. BBA വിദ്യാർത്ഥി ഇടപ്പള്ളി അമൃത ആശുപത്രിക്ക് സമീപം വൈമേലിൽ വീട്ടിൽ ആന്റണി ജോസാണ് മരിച്ചത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 85% പൊള്ളലേറ്റിരുന്നു. ഇന്നലെ വൈകിട്ട് ഇടപ്പള്ളി സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ട്രെയിനിന് മുകളിലാണ് കയറിയത്. ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. സുഹൃത്തുക്കളുടെ നിലവിളി കേട്ട് സമീപത്തുള്ളവർ ഓടിയെത്തി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ബോൺ ICUവിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി 8 മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരന്റെ പിറന്നാളിന് കേക്ക് വാങ്ങാനായി ഇറങ്ങിയതായിരുന്നു ആന്റണിയും മറ്റുള്ളവരുമെന്നും എളമക്കര പോലീസ് പറഞ്ഞു. ട്രെയിനിന്റെ അടിയിലൂടെ കൂട്ടുകാർ ആദ്യം ട്രാക്കിന് മറുവശത്തേക്ക് കയറുന്നു. മറുഭാഗത്തേക്ക് ഇറങ്ങാൻ ട്രെയിനിന്റെ കോണിയിലൂടെ കയറിയ ആന്റണി ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. ആലപ്പുഴ എക്സൽ ഗ്ലാസ് ഫാക്ടറിയിലെ മുൻ ജീവനക്കാരൻ ജോസ് ആന്റണിയുടെയും ലൂർദ് ആശുപത്രിയിലെ നഴ്സായ സൗമ്യയുമാണ് മാതാപിതാക്കൾ. ഏക മകനാണ് മൃതദേഹം. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംസ്കാരം പിന്നീട്. സംഭവത്തിൽ RPF അന്വേഷണം ആരംഭിച്ചു. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് KCB ഓഫീസ് സാധന സാമഗ്രികളും കമ്പ്യൂട്ടറും തകർത്തത് താനല്ലെന്ന് കേസിലെ പ്രതിയായ അജ്മൽ. KCB ഉദ്യോഗസ്ഥരാണ് ആക്രമിച്ചതെന്നും കമ്പ്യൂട്ടറും ഫേർണിച്ചറും തകർത്തത് ഉദ്യോഗസ്ഥരാണെന്നും അജ്മൽ പറയുന്നു. താൻ KCB ഓഫീസിലേക്ക് കയറി പോകുന്നത് മുതൽ ഇറങ്ങി വരുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ തന്റെ ഫോണിലുണ്ട്. ഈ ഫോൺ KCB ഉദ്യോഗസ്ഥർ പിടിച്ചുവാങ്ങിയെന്നും അജ്മൽ പറയുന്നു. കോടതി റിമാൻഡ് ചെയ്യുന്നതിന് മുൻപ് അജ്മൽ അയച്ച ഓഡിയോ സന്ദേശത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അതേസമയം വീട്ടിലുണ്ടായിരുന്ന പഴയ കറി കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥന്റെ മേലൊഴിച്ചെന്നും അജ്മൽ സമ്മതിച്ചു. തിരുവമ്പാടി KCB ഓഫീസിലെ സാധന സാമഗ്രികൾ യുവാക്കൾ അടിച്ചു തകർത്തു എന്ന പരാതി ഉയർന്നത് ഇന്നലെയാണ്. പിന്നീട് ഈ കുടുംബത്തിന്റെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു. വൈദ്യുതി വിച്ഛേദിച്ചതിനെതിരെ ഇന്നും സമരം തുടരുമെന്നും വീട്ടുടമസ്ഥർ പറഞ്ഞു. പ്രതിഷേധം കണക്കിലെടുത്ത് KCB ഓഫീസിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തി. വൈദ്യുതി ബില്ലടയ്ക്കാൻ മനഃപൂർവ്വം വൈകിയതല്ലെന്നും അജ്മലിന്റെ പിതാവ് റസാഖ് പറഞ്ഞു. ബില്ലടയ്ക്കാൻ മറ്റൊരാളെ ഏൽപ്പിച്ചിരുന്നു. അവർ അടയ്ക്കാൻ വൈകിയതാകും. നിത്യരോഗികൾ ഉൾപ്പെടെയുള്ള വീട്ടുകാർക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായെന്നും KCBക്ക് എതിരായ പ്രതിഷേധം തുടരുമെന്നും കുടുംബം പറഞ്ഞു. ഇന്നലെ മെഴുകുതിരി കത്തിച്ചുള്ള സമരത്തിനിടെ റസാഖ് കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ നിന്നും നേരെ KCB ഓഫീസിലെത്തി സമരം തുടരുമെന്നും റസാഖും ഭാര്യ മറിയവും പറഞ്ഞു. KCB അധികൃതരുടെ നടപടിക്കെതിരെ ഇന്ന് ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വവും അറിയിച്ചു. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട 35 മനുഷ്യജീവനുകൾ നിരത്തിൽ പൊലിഞ്ഞിട്ടും ആകാശപാത നിർമ്മാണ കമ്പനിയുടെ കള്ളക്കളി അവസാനിക്കുന്നില്ല. 3 ദിവസം പിന്നിട്ടിട്ടും ദേശീയപാതയുടെ തകർന്ന ഭാഗത്തെ നിർമ്മാണം പകുതി പോലും പൂർത്തിയായിട്ടില്ല. അപകടരഹിതമായി യാത്രാ സംവിധാനം ഒരുക്കുന്നതിന് ഇരുവശങ്ങളും ടാർ ചെയ്യുമെന്ന പ്രഖ്യാപനവും പാഴായി. ടാറിങ്ങിന് പകരം കോൺക്രീറ്റ് ചെയ്യുന്നത് ശാസ്ത്രീയമായ രീതിയിലല്ല. പല സ്ഥലങ്ങളിലും തോരാമഴയിൽ കോൺക്രീറ്റ് ഒലിച്ചു പോവുകയാണ്. അരൂർ മുതൽ തുറവൂർ വരെ മുഴുവൻ ഭാഗവും തകർന്നിട്ടും അല്ലറ ചില്ലറ പണി നടത്തി തടി തപ്പാനുള്ള നീക്കമാണ് നിർമ്മാണ കമ്പനി നടത്തുന്നത്. ആകാശപാതയുടെ നിർമ്മാണാരംഭം മുതൽ വൻ തട്ടിപ്പാണ് കരാറുകാർ നടത്തുന്നത്. ദേശീയപാതയുടെ ഇരുവശവും വീതി കൂട്ടി ടാർ ചെയ്യുമെന്ന വ്യവസ്ഥ തുടക്കത്തിലെ ഇവർ ലംഘിച്ചു. കുറച്ചു മെറ്റലും മെറ്റൽ പൊടിയും ഇട്ടതല്ലാതെ മറ്റൊന്നും ഇവർ ചെയ്തില്ല. ഇതിലൂടെ കോടികളുടെ ലാഭമാണ് കരാർ കമ്പനിക്കുണ്ടായത്. ഇതിന്റെ ശതമാനം രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിക്കൊണ്ട് എല്ലാവരുടെയും വായടച്ചു. അതുകൊണ്ട് തന്നെ നിരവധി യാത്രക്കാരുടെ ജീവൻ ഈ റോഡിൽ ചതഞ്ഞ് അരയപ്പെട്ടപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രതികരിക്കാതിരുന്നതെന്തെന്നും നാട്ടുകാർ ആരോപിക്കുന്നു.
കോട്ടയം കാണക്കാരിയിൽ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കാണക്കാരി ആശുപത്രി പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കട്ടപ്പന സ്വദേശി ജയപ്രസാദാണ് മരിച്ചത്. ഇന്നലെ രാവിലെ 12-ന് കാണക്കാരി ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം നടന്നത്. കാണക്കാരിൽ നിന്ന് ഏറ്റുമാനൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷ മറ്റൊരു വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചു മാറ്റുന്നതിനിടയിൽ കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ജയപ്രസാദ് തൽക്ഷണം മരിച്ചു. കാണക്കാരിയിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നയാളാണ് മരിച്ച ജയപ്രസാദ്. നാട്ടുകാർ ചേർന്ന ഉടൻ തന്നെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ. ന്യൂനമർദ്ദപാത്തിയും ചക്രവാത ചുഴിയും വീണ്ടും രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിൽ മഴ തുടരും. 4 ദിവസം വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും മറ്റിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കുമാണ് സാധ്യത. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദപാത്തിയും ആന്ധ്രാ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിന് മുകളിലായുള്ള ചക്രവാത ചുഴിയുമാണ് ഇതിന് കാരണം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഈ സാഹചര്യത്തിൽ ഇന്ന് സംസ്ഥാനത്തെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം ഇന്ന് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.